അപ്പോൾ എന്നും ഈ ലോകം മൊത്തം ഏത് കമ്പനിയും ബ്രാൻഡ് ചെയ്യാൻ ഉപയോഗിച്ച സാധനമാണ് സ്ത്രീ ശരീരം എന്നുള്ളത്. എന്തും ആയിക്കൊള്ളട്ടെ, ഉപ്പാകട്ടെ കർപ്പൂരമാകട്ടെ, സ്ത്രീയുടെ ശരീരമായിരിക്കും അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. നമ്മളോടൊക്കെ കൊച്ചിലെ വലുതാകുമ്പോൾ ആരായിത്തീരണം, എന്താകണം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും പൈലറ്റ് ആകണം, ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി നമ്മുടെ കരിയറാണ്. പക്ഷേ ഇന്നത്തെ 2019 അല്ലെങ്കിൽ 2020 കാലഘട്ടങ്ങളിലുള്ള ചെറുപ്പക്കാരുടെ സാഹചര്യം ഇതൊന്നുമല്ല. പഠിച്ചിറങ്ങിയ ശേഷം ഒരു ജോലിയില്ലാതെ ഒരുപാട് വർഷം നിന്ന് അവസാനം എന്തെങ്കിലും ജോലിക്ക് പോയി കയറേണ്ട അവസ്ഥയാണ് 99% ചെറുപ്പക്കാരുടെ. സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മളൊന്നും അറിയാതെ പോകുന്ന ഈ ലോകത്ത് നിലനിൽക്കുന്ന വിചിത്രമായ ജോലികളുണ്ട്. ഒരുപാട് പൈസ ഉണ്ടാക്കി തരുന്ന വളരെ രസകരമായിട്ടുള്ള വിചിത്രമായ ജോലികൾ. അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അങ്ങനത്തെ ഒരു 10 ജോലികളെ പറ്റി. അധികം ദീർഘിക്കുന്നില്ല, നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ജോബ് നമ്പർ 1, പെറ്റ് ഫുഡ് ടേസ്റ്റർ. പച്ച മലയാളത്തിൽ പറയുവാണെങ്കിൽ എന്താണെന്നോ, ഈ പട്ടി ബിസ്ക്കറ്റൊക്കെ തിന്നു നോക്കി ടേസ്റ്റ് വിലയിരുത്തണം. നമ്മൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് പെറ്റ്സിന് കൊടുക്കുന്ന, വളർത്തു മൃഗങ്ങൾക്ക് കൊടുക്കുന്നത് വലിയ പരിഗണനയാണ്. വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെ ഡൈനിങ് ടേബിളിൽ ഇരുത്തിയാണ് അവർ പൂച്ചയ്ക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ പോലെ ഈ ഉണക്കച്ചോറൊന്നും അല്ല അവിടെ പൂച്ചയെ തീറ്റിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഫുഡ് മാത്രമേ അവിടെയുള്ള മൃഗങ്ങൾക്ക്, വളർത്തു മൃഗങ്ങൾക്ക് അവർ കൊടുക്കത്തുള്ളൂ. നമ്മുടെ നാട്ടിലും കുറച്ചൊക്കെ കൊടുക്കും, പക്ഷേ കൂടുതലും കഞ്ഞിയും ചോറൊക്കെ ആയിരിക്കും പൂച്ചയെ കൊണ്ട് തീറ്റിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ പെറ്റ് ഫുഡ് ടേസ്റ്ററിൻ്റെ ജോലി എന്തെന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണം തിന്നു നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് വിലയിരുത്താം. കാരണം അവിടെയുള്ള ജനങ്ങൾ, അവിടെയുള്ള ആൾക്കാർ, വളർത്തു മൃഗങ്ങളുള്ള ആൾക്കാർ തങ്ങളുടെ മൃഗങ്ങൾക്ക് എപ്പോഴും നല്ല ഫുഡ് കൊടുക്കണം എന്ന് മാത്രമേ ഉദ്ദേശിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതുണ്ടാക്കുന്ന കമ്പനി അത്രത്തോളം ക്വാളിറ്റി അഷ്വർ ചെയ്യുന്നുണ്ട് ഈ ഒരു കസ്റ്റമേഴ്സിന്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ കമ്പനിക്കാർ പെറ്റ് ഫുഡ് ടേസ്റ്റേഴ്സിനെ ഹയർ ചെയ്യും. ഇങ്ങനെ ഒരാളെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോഴേക്കും ഒരുപാട് ആപ്ലിക്കേഷൻ വരും. ആക്ച്വലി ഇതവർ കഴിച്ചു നോക്കിയിട്ട് ഉള്ളിലേക്ക് എടുക്കത്തില്ല, കഴിച്ചു നോക്കിയിട്ട് ചവയ്ക്കും. കുറേ നേരം ഇങ്ങനെ ചവച്ച് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് വിലയിരുത്തിയിട്ട് അത് തുപ്പിക്കളയത്തേ ഉള്ളൂ. ടേസ്റ്റ് പോരെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് കഴിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ടേസ്റ്റ് ആണെങ്കിൽ ആ ഒരു ടേസ്റ്റ് മാറ്റും. അങ്ങനത്തെ കാര്യങ്ങളാണ് പെറ്റ് ഫുഡ് ടേസ്റ്റേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ വളരെ വിചിത്രമാണെങ്കിലും ഒരു മോശപ്പെട്ട ജോലിയൊന്നുമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് പൈസ ഉണ്ടാക്കുന്നതാണ്. മണിക്കൂറിൽ ഏകദേശം $100 വരെ, 7000 രൂപ വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ് പെറ്റ് ഫുഡ് ടേസ്റ്റർ എന്നുള്ളത്. ജോബ് നമ്പർ 2, ബെഡ് ടെസ്റ്റർ. നമ്മൾ ടി വിയിലൊക്കെ മെത്തകളുടെ, കിടക്കകളുടെ ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ് കാണാറുണ്ട്. സ്പ്രിംഗ് ഉള്ള മെത്ത, സ്പ്രിംഗ് ഇല്ലാത്ത മെത്ത, ഇതിൽ കിടന്നാൽ നിങ്ങൾ സെക്കൻഡുകൾക്കുള്ളിൽ ഉറങ്ങിപ്പോകും, മണിക്കൂറുകൾ കിടന്നുറങ്ങാൻ പറ്റും, അത്ര സുഖമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ് കാണാറുണ്ട്. ഈ ബെഡ് ടെസ്റ്റേഴ്സിന്റെ ജോലി എന്തെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഈ ബെഡ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ വലിയ ഹോട്ടലുകളിൽ പോയിട്ട് ഈ കിടക്കയിൽ കിടക്കണം. എന്നിട്ട് ആ കിടക്കയുടെ സുഖം, അതിൽ കിടക്കാനുള്ള സുഖം വിലയിരുത്തണം. കിടന്ന് നല്ലവണ്ണം ഉറങ്ങാൻ പറ്റുന്നുണ്ടോ, എത്രത്തോളം സുഖമുണ്ട് എന്നൊരു റേറ്റിംഗ്, ഒരു റിവ്യൂ ആ കിടക്കയ്ക്ക് അവർ കൊടുക്കണം. വെറുതെ കിടന്നാൽ മതി അവർക്ക്. അപ്പോൾ ഇതാണ് ബെഡ് ടെസ്റ്ററിന്റെ ജോലി എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ബെഡ് ഉണ്ടാക്കുന്ന ഡയറക്റ്റ് കമ്പനിയിലായിരിക്കും, അല്ലെങ്കിൽ വലിയ വലിയ ഹോട്ടലുകൾ, റിസോർട്ടുകളിലൊക്കെ ആയിരിക്കും ഇവർക്ക് ജോലി കിട്ടുന്നത്. ഇപ്പോൾ ഹോട്ടലുകളിലെ കാര്യം നോക്കുവാണെങ്കിൽ വലിയ വലിയ ഹോട്ടലുകളുണ്ട്. ഒരു ദിവസം ലക്ഷങ്ങൾ വരെ വാടകയുള്ള ഹോട്ടൽ റൂംസ് ഉണ്ട്. വലിയ വലിയ പണക്കാർക്ക് താമസിക്കാനുള്ള, ഇപ്പോൾ അംബാനി പോലുള്ളവർക്ക് താമസിക്കാനുള്ള റൂമൊക്കെ അത്രത്തോളം വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അപ്പോൾ ഈ ഹോട്ടലുകാർ ഇതിനു വേണ്ടി കിടക്കകളിൽ കിടന്ന് സുഖം നോക്കാൻ പരിശോധിക്കുന്ന ഒരാളെ അവിടെ നിയമിച്ചിട്ടുണ്ടാവും. ഇദ്ദേഹം എല്ലാ റൂമുകളിലും കയറിയിട്ട് കിടക്കകളിൽ കിടന്ന് അതിൻ്റെ സുഖം വിലയിരുത്തി കൊടുക്കണം. കാരണം അങ്ങനെയാണ്. എപ്പോഴും ഒരു VIP ഗസ്റ്റ്, ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി വന്നാൽ കിടക്കാനുള്ള കിടക്ക അത് കൃത്യമായിട്ട് ബെഡ് ടെസ്റ്ററിനെ കൊണ്ട് പരിശോധിപ്പിച്ച ശേഷം മാത്രമേ രാഷ്ട്രപതിക്ക് ഒരു ഹോട്ടൽ റൂമിൽ ഒരു കിടക്ക കൊടുക്കത്തുള്ളൂ. അല്ലാതെ രാഷ്ട്രപതിയെ പോലുള്ള ആൾക്കൊന്നും ഒരിക്കലും ചുമ്മാ ഏതെങ്കിലും റൂമിലോട്ട് കയറ്റിവിടത്തൊന്നുമില്ല. അത്രത്തോളം കംഫോർട്ട് ഉണ്ടാക്കുന്ന കിടക്ക മാത്രമേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കംഫോർട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബെഡ് ടെസ്റ്റേഴ്സിനെ വെച്ചിരിക്കുന്നത്. ചിലപ്പോഴൊക്കെ വെറുതെ കിടന്നുറങ്ങിയാൽ മാത്രം പോരാ, അതിൻ്റെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് വേണം കിടന്നുറങ്ങാൻ. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ടൂറിസ്റ്റർ വളരെ ക്ഷീണിച്ച് ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്ത് പെട്ടെന്ന് വന്ന് ഒരു റൂം എടുത്ത് ബെഡിലേക്ക് കിടക്കുവാണ്. അങ്ങനെ കിടക്കുന്ന ഒരാൾ എത്ര നേരത്തിനുള്ളിൽ ഒരു സുഖം പിടിച്ച് ഉറങ്ങിപ്പോകുമെന്ന് ആ ഒരു കണ്ടീഷൻ ഇവർ വേറെ ഉണ്ടാക്കും. അതായത് ബെഡ് ടെസ്റ്ററിന് മദ്യം കൊടുക്കും, ആൽക്കഹോളിക് ആയിട്ട് പെട്ടെന്ന് വന്ന് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. പെട്ടെന്ന് കിടക്കുവാണെങ്കിൽ ലൈറ്റൊന്നും ഓഫ് ആക്കത്തില്ല. നല്ല ചൂട്, നല്ല കണ്ണിലടിക്കുന്ന ആ ഒരു പ്രകാശത്തിൻ്റെ കീഴിൽ ഒരു ബെഡിൽ ആൽക്കഹോളിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ഷീണമായിട്ടുള്ള ഒരു പേഴ്സണ് എത്ര പെട്ടെന്ന് ഉറങ്ങാൻ പറ്റും, അങ്ങനെ എല്ലാത്തരം കണ്ടീഷൻസും ഇവർ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ കപ്പിൾസിനുള്ള ബെഡൊക്കെ ആണെങ്കിൽ അത് വേറെ തരത്തിലേക്ക് ആ ബെഡ് പോകരുത്. ഏതൊരു സാഹചര്യത്തിലും ആ ബെഡ് സ്റ്റേബിളായിട്ട് അവിടെ നിൽക്കണം. ഏതൊരു സാഹചര്യത്തിലും കപ്പിൾസിനുള്ള ബെഡാണെങ്കിൽ അവർക്കത് കംഫോർട്ടായിരിക്കണം ഏതൊരു സാഹചര്യത്തിലും. അപ്പോൾ ഇതൊക്കെയാണ് ബെഡ് ടെസ്റ്റേഴ്സിന്റെ പണി എന്നുള്ളത്. വളരെ ഹൈ പെയ്ഡ് ജോബാണ്. ഒരു മാസം ഏകദേശം 5-6 ലക്ഷം രൂപ വരെ സുഖമായിട്ട് ഇവർക്ക് സമ്പാദിക്കാൻ പറ്റും. ജോബ് നമ്പർ 3, പ്രൊഫഷണൽ സ്നഗ്ലർ. കെട്ടിപ്പിടിക്കാൻ ഒരാൾ.
ഇപ്പോൾ എനിക്ക് തോന്നുവാണ്, എന്നെ ആരെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ, ആരെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ച് ആ ഒരു സുഖം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കുവാണ്. പക്ഷെ അങ്ങനെ ആരും നിലവിലിപ്പോൾ ആരുമില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇതിനു വേണ്ടി ഇതുപോലെ കെട്ടിപ്പിടിക്കൽ ഓഫർ ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ടാകും. ഇപ്പോൾ എനിക്ക് ആ കമ്പനിയെ കോൺടാക്ട് ചെയ്താൽ എനിക്കൊരാളെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ കിട്ടും. കെട്ടിപ്പിടുത്തം മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. എനിക്കൊരാളെ ഇതുപോലെ കെട്ടിപ്പിടിക്കാൻ കിട്ടും. അതാണ് പ്രൊഫഷണൽ സ്ട്രംഗ്ലേഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽ കള്ളേഴ്സ് എന്നുള്ളത്. കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടൊരു പ്രൊഫഷൻ. വളരെ നിസ്സാരമായിട്ട് തോന്നാം, പക്ഷേ വളരെ ഹൈപ്പേഡ് ആയിട്ടുള്ള ജോബ്സ് ആണ് ഇവർക്ക്. ഒരു മണിക്കൂറിൽ ഏകദേശം $100, അതായത് 7000 രൂപ വളരെ അനായാസം ഇവർക്ക് സമ്പാദിക്കാൻ പറ്റും. ഒരു ദിവസം എത്ര കസ്റ്റമേഴ്സിനെ ആയിരിക്കും കിട്ടുന്നത്? അപ്പോൾ ഒരു ദിവസം എത്രത്തോളം രൂപ സമ്പാദിക്കാൻ പറ്റുമെന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഡാത്തടിയ എന്ന് പറയുന്ന സിനിമ നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൻ്റെ അകത്ത് ആ ഒരു തടിയൻ്റെ ഹൈലൈറ്റ് എന്നുള്ളത് കെട്ടിപ്പിടുത്തമാണ്. അദ്ദേഹത്തിൻ്റെ കെട്ടിപ്പിടുത്തം എല്ലാവർക്കും ഭയങ്കര സുഖമാണ്. അപ്പോൾ അതുപോലെ അത്രത്തോളം സുഖകരമായിട്ടുള്ള കെട്ടിപ്പിടുത്തം തരുന്ന ആൾക്കാരെയായിരിക്കും ഇതിനു വേണ്ടി നിയമിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഏതൊരു ജോലിക്ക് കയറുമ്പോഴും അതിന് ട്രെയിനിങ്ങിന് പോകണമല്ലോ. ഇതുപോലെ കെട്ടിപ്പിടിക്കാനായിട്ടുള്ള പ്രൊഫഷണൽ ട്രെയിനിങ് ഈ ഒരു ജോലിക്കുമുണ്ട്. ഈ പ്രൊഫഷനിലൂടെ കടന്നു പോകുമ്പോഴേക്കും അവരൊരു ബുക്ക് പഠിക്കണം. അതിൻ്റെ പേര് കടിൽ സൂത്ര എന്നാണ്. കെട്ടിപ്പിടിക്കാനുള്ള 50 തരം വഴികൾ, പ്രൊഫഷണലായിട്ട് കെട്ടിപ്പിടിക്കാനുള്ള 50 തരം വഴികൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് കടിൽ സൂത്ര എന്നുള്ളത്. വേറൊരു കാര്യം കൂടെ നോക്കുവാണെങ്കിൽ ഈ ജോബിന് 90% വരുന്നത് സ്ത്രീകളാണ്. അതായത് എനിക്കിപ്പോൾ ഓഫ് കോഴ്സ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു സ്ത്രീയെ കെട്ടിപ്പിടിക്കണം എന്നായിരിക്കും മിക്ക പുരുഷന്മാരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജോബിന് കൂടുതൽ കയറുന്ന സ്ത്രീകളാണ്. കാരണം അവർക്ക് ഒരുപാട് ജോലി സാധ്യതയുണ്ട് ഈ ഒരു ജോലിക്ക്. ഒന്നോർത്തോളുക, പ്രൊഫഷണൽ കള്ളേഴ്സിന് കെട്ടിപ്പിടുത്തം മാത്രമേ തരത്തുള്ളൂ, ബാക്കി പരിപാടീസ് ഒന്നുമില്ല. ജോബ് നമ്പർ 4, ഗോൾഫ് ബോൾ ഡൈവർ. വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ പ്രചാരത്തിലുള്ള കളിയാണ് ഗോൾഫ് കളി. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ടി വിയിലും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ഒരു ബോൾ നിലത്ത് വെച്ചിട്ട് ഒരു വടി വെച്ച് അടിച്ച് തെറിപ്പിക്കുന്നു. ഇതാണ് ഗോൾഫ് എന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം സംഭവിക്കുന്നത്, പലപ്പോഴും ഈ ഒരു ഗോൾഫ് പോയി വീഴുന്നത് ഒന്നെങ്കിൽ സ്വിമ്മിംഗ് പൂൾസിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ തടാകങ്ങളിൽ, വല്ല നദികളിലൊക്കെ ആയിരിക്കും ഈ ബോൾ പോയിട്ട് വീഴുന്നത്. വെള്ളക്കെട്ടുകളിലൊക്കെ ആയിരിക്കും ഈ ബോൾ പോയി വീഴുന്നത്. ഗോൾഫ് ബോൾ ഡൈവറിൻ്റെ ജോലി എന്തെന്നാൽ വെള്ളത്തിനടിയിൽ പോയിട്ട് മുങ്ങിച്ചെന്ന് ഈ ബോളെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ ഇവിടെ കക്ക വാരത്തില്ലേ, പക്ഷേ കക്കവാരുന്ന അതിനേക്കാളൊക്കെ എന്തോരം ഇരട്ടിപ്പാടാണ്. പക്ഷേ അതുപോലത്തെ ഒരു ജോലി തന്നെയാണ് ഇത്. വെള്ളത്തിനടിയിൽ പോയിട്ട് ഈ ബോൾ പെറുക്കി കൊണ്ടുവരിക, ഇത്രയേ ഉള്ളൂ ഗോൾഫ് ബോൾ ഡൈവറിൻ്റെ ജോലി. വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നാം, പക്ഷേ ആക്ച്വലി പാടാണ്. ഇപ്പോൾ വല്ല കുളത്തിലൊക്കെയാണ് പോയി വീഴുന്നതെങ്കിൽ അതിനകത്ത് എന്താ ഉണ്ടെന്ന് അവർക്കറിയത്തില്ല. നമ്മുടെ നാട്ടിലെ കുളമൊക്കെ നോക്കുവാണെങ്കിൽ ഒരുപാട് പാമ്പുണ്ടാകും, ചേര, നീർക്കോലി, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടാകും. പിന്നെ തവള, വാൽമാക്രി, ഇതിൻ്റെയൊക്കെ ഇടയിൽ പോയിട്ട് വേണം അവർ ആ ബോൾ കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ. ഇത് എണ്ണത്തിനനുസരിച്ചായിരിക്കും ഇവർക്ക് കാശ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു 10-12 ബോളൊക്കെ കളക്ട് ചെയ്യുവാണെങ്കിൽ 10,3500 രൂപ ഇവർക്ക് വളരെ സുഖമായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഗോൾഫ് ക്ലബ്സിൽ ഒരുപാട് ബോൾസാണ് എല്ലാ ദിവസവും ഇങ്ങനെ അടിച്ച് തെറിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഈ കളി അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കിതിനെപ്പറ്റി അധികം അറിയാത്തത്. വിദേശ രാജ്യങ്ങളിൽ വലിയൊരു വിനോദം തന്നെയാണ് ഗോൾഫ് എന്നുള്ളത്. ജോബ് നമ്പർ 5, ഫേസ് ഫീലേഴ്സ്. നമ്മൾ ടി വിയിലൊക്കെ ഒരുപാട് സൗന്ദര്യ വസ്തുക്കളുടെ പരസ്യം കാണാറുണ്ട്. റിയ എനിക്ക് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഞാനിത് തേക്കുന്നു. ഇത് തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രായം കുറഞ്ഞ മമ്മിയാകും. കൊച്ചുള്ളതാണെങ്കിലും ഈ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ പ്രായം കുറഞ്ഞൊരു മമ്മിയായിട്ട് തോന്നും. അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയിട്ട് ഒരു 10 വയസ്സുകാരിയുടെ ചർമ്മം പോലെയാകും നിങ്ങളുടെ ചർമ്മം, അത്ര സോഫ്റ്റ് ആകും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തരത്തിലുള്ള എന്താ പറയുക, ആളെ പട്ടിയാക്കുന്ന, ആടിനെ പട്ടിയാക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങളെല്ലാം നമ്മൾ കാണാറുണ്ട്. പിന്നെ മുടി, ഇത് തേച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടിയൊക്കെ ഉണ്ടല്ലോ പനങ്കുല പോലെ വളരും എന്നൊക്കെ പറഞ്ഞ് പണ്ടൊക്കെ ഒരു പ്രമുഖ ബ്രാൻഡിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ കാണാറില്ല. സെൽഫി ബോട്ടിലൊക്കെ വരെ അവർ ഇറക്കിയായിരുന്നു. അതിൻ്റെ പരസ്യം ഇപ്പോൾ കാണാറില്ല. കാരണം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇതെല്ലാം വിഡ്ഢിത്തരമാണെന്നുള്ളത്. ഫേസ് ഫീലേഴ്സിൻ്റെ ജോലി എന്തെന്നാൽ ഈ പ്രൊഡക്റ്റുകൾക്ക് വല്ല തരത്തിലുള്ള ഗുണമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അവരുടെ ജോലി. ഇത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇവർ സ്വന്തം ചർമ്മത്തിലല്ല പുരട്ടുന്നത്. ഇത് ഉപയോഗിക്കുന്ന ഒരാളെ ഇവർ എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ അവരെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, മുഖത്ത് പുരട്ടുന്നൊരു ക്രീമാണെങ്കിൽ എല്ലാ ദിവസവും അവരുടെ മുഖം കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് നമ്മുടെ ഭൂതക്കണ്ണാടി വെച്ച് പരിശോധിക്കണം. എന്തെങ്കിലും കളർ വ്യത്യാസമുണ്ടോ? മാത്രമല്ല മുഖത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കണം. സ്കിൻ സോഫ്റ്റ് ആകുന്നുണ്ടോ, മുഖത്തെ ചുളിവുകളൊക്കെ പോകുന്നുണ്ടോ, അങ്ങനെ ഏതൊരു സൗന്ദര്യ വസ്തുവാണോ ഉപയോഗിക്കുന്നത് അത് എന്ത് എഫക്റ്റ് ആണോ ഉള്ളത് ആ എഫക്റ്റ് സ്ഥിരമായിട്ട് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കണം. ഇവരെ ഫേസ് ഫീലേഴ്സ് എന്ന് മാത്രമല്ല വിളിക്കുന്നത്, സെൻസറി സയന്റിസ്റ്റ് എന്ന് കൂടെയാണ് വിളിക്കുന്നത്. കാരണം ഇവർ ചെയ്യുന്ന കാര്യം ഫേസിൽ മാത്രമല്ല ശരീരത്തിൻ്റെ ഏതൊരു ഭാഗത്ത് അപ്ലൈ ചെയ്യാനുള്ള ഇതുപോലുള്ള കോസ്മെറ്റിക് പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ഇവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സെൻസറി സയന്റിസ്റ്റ് എന്നാണ് ഇവർക്ക് ഭൂരിഭാഗവും വിളിക്കുന്നത്. എല്ലാ കമ്പനീസും സെൻസറി സയന്റിസ്റ്റുകളെ, ഇവിടെയുള്ള ലോക്കൽ കമ്പനീസ് ഒന്നുമല്ല, ഇവിടെ മറ്റേ എണ്ണ കമ്പനി പോലുള്ള കമ്പനികളൊന്നുമല്ല, വലിയ വലിയ ബ്രാൻഡുകളുണ്ടല്ലോ. ഇപ്പോൾ എന്താ പറയുക, വലിയ വലിയ സോപ്പുകളുടെയും ക്രീമുകളുടെയൊക്കെ ബ്രാൻഡിൽ ഉറപ്പായിട്ടും 1-2 സെൻസറി സയന്റിസ്റ്റ് ഉറപ്പായിട്ടും കാണും. പിന്നെ വേറെ കാര്യം പറയുവാണെങ്കിൽ ചില കമ്പനീസിലൊക്കെ സെൻസറി സയന്റിസ്റ്റുകൾക്ക് നല്ല ഒരു മനക്കെട്ടി ഉണ്ടായിരിക്കണം. ഇവർ ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ സ്ത്രീകളുടെ ഹൈജീൻ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഇവർ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഉദ്ദേശിക്കാമല്ലോ. സ്ത്രീകളുടെ ഹൈജീൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഷേവർ, ട്രിമ്മർ, അതുപോലത്തെ കാര്യങ്ങൾ, വാക്സിംഗ് ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർ
ഫീൽ ചെയ്യേണ്ടി വരും. ഫീൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടു നോക്കി അല്ലെങ്കിൽ തൊട്ട് നോക്കി അതിൻ്റെ റിവ്യൂ ചെയ്യേണ്ടി വരും, ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അത് ആക്ച്വലി ഒരു വെല്ലുവിളിയാണ് ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്. കാരണം അതൊരു പ്രൈവറ്റ് ബോഡി കൺസേൺ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജോബ് നമ്പർ 6, ലൈൻ സ്റ്റാൻഡർ. വളരെ എളുപ്പത്തിൽ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ജോലിയാണ്. നമ്മളെല്ലാവരും പല സ്ഥലങ്ങളിലായിട്ട് ക്യൂ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട്. ടിക്കറ്റ് എടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം മേടിക്കാനൊക്കെ ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ നിലവിൽ കേരളത്തിൽ ഏറ്റവും വലിയ ക്യൂ കാണുന്നത് ബിവറേജിലാണ്. പ്രത്യേകിച്ച് അവധി ദിവസങ്ങളൊക്കെ കഴിഞ്ഞാണ് തുറക്കുന്നതെങ്കിൽ വലിയ ക്യൂ ആണ് ബിവറേജിൽ കാണാൻ പറ്റുന്നത്. ഇതെന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ലൈൻ സ്റ്റാൻഡേർഡ് ജോലി എന്താണെന്ന് പറഞ്ഞാൽ, എനിക്കിപ്പോൾ ബിവറേജിൽ നിന്ന് സാധനം മേടിക്കണം, വലിയ ക്യൂ ആണ്, കണ്ടപ്പോൾ തന്നെ ഞാൻ മടുത്തു പോയി, എനിക്ക് ക്യൂ നിൽക്കാൻ കഴിയത്തില്ല, അതിനുള്ള ടൈമും ഇല്ല, അതിനുള്ള എന്താ പറയുക മാനസികാവസ്ഥയിൽ അല്ല, കാരണം ഒരുപാട് നേരം ഇങ്ങനെ നിന്ന് ഭയങ്കര ബോർ പരിപാടിയല്ലേ. അപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഞാനൊരു ലൈൻ സ്റ്റാൻഡറിനെ ഈ ജോലി അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. എനിക്ക് വേണ്ടി അദ്ദേഹം ക്യൂ നിന്ന് സാധനം മേടിച്ചു തരും. ഇതാണ് ലൈൻ സ്റ്റാൻഡറിൻ്റെ ജോലി എന്നുള്ളത്. ക്യൂ നിന്ന് സാധനം മേടിച്ചു തരിക മാത്രമാണ് അവരുടെ ജോലി. ഇപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഇതുപോലത്തെ ചെറിയ ക്യൂവിന് എന്തിനാണ് നിർത്തണം എന്നായിരിക്കും. നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് ചെറിയ ചെറിയ ക്യൂസ് ആയിരിക്കും. പക്ഷേ പലപ്പോഴും അങ്ങനെയല്ല. 10-20 മണിക്കൂറൊക്കെ നിൽക്കേണ്ട ക്യൂസ് പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം നോക്കുവാണെങ്കിൽ 1980 പോളണ്ടിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിച്ചപ്പോഴേക്കും അവിടെയുള്ള പലചരക്ക് സാധനങ്ങളുടെയൊക്കെ സ്റ്റോക്ക് വളരെ കുറവായിരുന്നു. അപ്പോൾ ഒരു സ്പെസിഫിക് സ്ഥലത്ത് നിന്ന് മാത്രം ജനങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് മേടിക്കാനായിട്ട് വലിയ ക്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നാണ് ഈ ലൈൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ സംഭവം ആക്ച്വലി അവിടെ ഉടലെടുത്ത് തുടങ്ങിയത്. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ കാശ് കൊടുക്കണം, നമ്മൾ നല്ല പൈസ കൊടുക്കണം കേട്ടോ, നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ്. പക്ഷെ അത്ര നേരം നമ്മൾ നിൽക്കണം. അപ്പോൾ പോളണ്ടിലൊക്കെയാണ് അങ്ങനെ ഈ ഒരു സംഭവം 1980കളിൽ ഉടലെടുത്ത് തുടങ്ങിയത്. ഇപ്പോഴൊക്കെ വളരെ പ്രൊഫഷണലായി ആ ഒരു ജോലി എന്നുള്ളത്. ജോബ് നമ്പർ 7, സ്നേക്ക് മിൽക്കർ. ഒരു പാമ്പിന്റെ വിഷം കളക്ട് ചെയ്യുന്നതിനെയാണ് സ്നേക്ക് മിൽക്കിംഗ് എന്ന് പറയുന്നത്. എന്തിനാണ് ഒരു പാമ്പിന്റെ വിഷം കളക്ട് ചെയ്യുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, വിഷം എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മളെല്ലാം മരിച്ചു പോകുന്ന ഒരു സാധനമാണ് പാമ്പിന്റെ വിഷം. പക്ഷേ പാമ്പിന്റെ വിഷം വളരെ മെഡിക്കൽ യൂസുള്ള സാധനമാണ്, ഒരുപാട് റിസർച്ചുകൾക്ക് ഉപയോഗിക്കുന്ന സാധനമാണ്. മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആന്റിവെനം, നമ്മുടെ പാമ്പിന്റെ കടിച്ചാൽ നമ്മളെ കുത്തിവെക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുണ്ടല്ലോ, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഈ ഒരു വിഷം തന്നെ വേണം. അതാണ് കടിച്ച പാമ്പ് പോലും ഏതാണെന്ന് അറിയണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓരോ പാമ്പിനും ഓരോ ആന്റിവെനമാണ് ഉള്ളത്. കോമൺ ആന്റിവെനം ഉണ്ട്, പക്ഷെ അത് അത്രത്തോളം എഫക്റ്റീവ് അല്ല. കടിച്ച പാമ്പ് ഏതാണെന്ന് അറിയാമെങ്കിൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ആന്റിവെനം കൊടുക്കാൻ പറ്റും. അപ്പോൾ ആന്റിവെനം ഉണ്ടാക്കുന്നത്, അതിനുവേണ്ടി സഹായിക്കുന്നത് പാമ്പിന്റെ വിഷം തന്നെയാണ്. അപ്പോൾ പാമ്പിന്റെ വിഷം എങ്ങനെയാണ് എടുക്കുന്നത്? ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ പാമ്പിനെ കൊണ്ട് കടിപ്പിക്കണം. കടിപ്പിക്കുമ്പോഴേക്കും പാമ്പ് എന്തെങ്കിലും എനിമി ശത്രുവാന്ന് ഓർത്ത് അതിലേക്ക് വിഷം ചീറ്റും. ആ വിഷമാണ് ആ ബോട്ടിൽ നമ്മൾ കളക്ട് ചെയ്തെടുക്കുന്നത്, ആ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ. ഇതിനെയാണ് സ്നേക്ക് മിൽക്കിംഗ് എന്ന് പറയുന്നത്. ഈ സ്നേക്ക് മിൽക്ക് ചെയ്യാൻ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾ വേണം. ഒരു പേടിയില്ലാത്ത, ഒരു ഭയവും ഇല്ലാത്ത, മാത്രമല്ല പ്രൊഫഷണലായിട്ട് പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുമ്പോഴേക്കും നമ്മുടെ കൈ തൊട്ടടുത്തിരിക്കുക എന്ന് ഓർക്കണം. കൈയേട്ടൊന്നും കൊള്ളാതെ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ജോലിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സാലറി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരാഴ്ചയിൽ ഏകദേശം 2 ലക്ഷത്തിൽ പരം രൂപ നമുക്ക് സമ്പാദിക്കാൻ പറ്റും എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇതിൻ്റെ ജോലി സാധ്യത വളരെ കുറവാണ്. വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ ഒരു ജോലിയിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. ജോബ് നമ്പർ 8, സ്റ്റണ്ട് ടെസ്റ്റേഴ്സ്. വിദേശ രാജ്യങ്ങളിലൊക്കെ സാഹസികത നിറഞ്ഞ ഒരുപാട് റിയാലിറ്റി ഷോസ് ഉണ്ട്. അതിൽ പങ്കെടുക്കുന്ന കണ്ടസ്റ്റൻസിന് ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള, അപകടകരമായിട്ടുള്ള ഒരുപാട് ടാസ്ക് കൊടുക്കും. എന്നിട്ട് അവർ ചെയ്ത് അതിൽ ജയിക്കുന്നവരായിരിക്കും ആ ഒരു പരിപാടിയിൽ റിയാലിറ്റി ഷോയിൽ. ഇപ്പോൾ എക്സ് ഫാക്ടർ, റിയൽ ഫാക്ടർ എല്ലാം അതുപോലത്തെ ടൈപ്പ് പ്രോഗ്രാമാണ്. അതിലൊരു ടാസ്ക് എന്ന് പറയുന്നത് ജീവികളെ തിന്നാനാണ്. പല്ലി, പാറ്റ, എട്ടുകാലി, അതുപോലെ കണ്ടാൽ അറയ്ക്കുന്ന, തിന്നാൻ മടിയുള്ള ജീവികളുണ്ടല്ലോ, ഇപ്പോൾ പുഴു, അങ്ങനത്തെ ജീവികളെയൊക്കെ തിന്നുക എന്നുള്ളതാണ്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനെ തിന്ന് അതിൽ പങ്കെടുക്കുന്ന കണ്ടസ്റ്റൻസിന് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അത് പരിപാടിയുടെ ഉത്തരവാദിത്തമാണ്, ആ ചാനലുകളുടെ ഉത്തരവാദിത്തമായിരിക്കും അത്. അപ്പോൾ ഒന്നും അങ്ങനെ സംഭവിക്കരുത്. കാരണം ആരെങ്കിലും കഴിച്ചു നോക്കിയിട്ട് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കണ്ടസ്റ്റൻസിനെ കൊണ്ട് ഇവർക്ക് തീറ്റിപ്പിക്കാൻ പറ്റത്തുള്ളൂ, ഈ ചാനലുകാർക്ക്. അപ്പോൾ അതിനുവേണ്ടി ഈ ചാനലുകാർ എന്ത് ചെയ്യും? ആൾക്കാരെ ഹയർ ചെയ്യും. ഇന്ന സാധനം തിന്നു നോക്കിയിട്ട് വല്ല പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആൾക്കാരെ ഹയർ ചെയ്യും. കാരണം സ്വന്തം ഉത്തരവാദിത്തത്തിലായിരിക്കും അവർ വരുന്നത്. അതുകൊണ്ട് തന്നെ ചാനലുകാർക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിരിക്കത്തില്ല. ഇതിനു വേണ്ടിയിട്ടാണ് സ്റ്റണ്ട് ടെസ്റ്റേഴ്സിനെ പറയുന്നത്. സ്റ്റണ്ട് ടെസ്റ്റേഴ്സ് ചെയ്യേണ്ടത് ഈ കണ്ടസ്റ്റൻസിന് കൊടുക്കാൻ പോകുന്ന, ഇതിൽ പങ്കെടുക്കാൻ പോകുന്നവർക്ക് കൊടുക്കുന്ന ജീവികളെ ഇവർ ആദ്യം തിന്നു നോക്കണം. തിന്നു നോക്കിയിട്ട് ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തികട്ടി വരുന്നുണ്ടോ എന്നൊക്കെ ഇവർ റിവ്യൂ കൊടുക്കണം. അങ്ങനെ തിന്നിട്ട് പ്രശ്നമില്ലെങ്കിൽ മാത്രമേ ഇതിൽ പങ്കെടുക്കുന്ന കണ്ടസ്റ്റൻസിനെ കൊണ്ട് ചാനലുകാർ ഈ ഒരു സാധനമൊക്കെ തീറ്റിപ്പിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? വളരെ ഹൈപ്പൈഡ് ആയിട്ടുള്ള ജോലിയാണ്. കാരണം അത്രത്തോളം റിസ്ക് ഇൻവോൾവ് ആണ്. ഇപ്പോൾ പാമ്പിനൊക്കെ കടിച്ചു തിന്നുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. ഇപ്പോൾ 8 കാലി തന്നാൽ നമ്മൾ ആരെങ്കിലും തിന്നുമോ? ഇല്ല. അത്രത്തോളം റിസ്ക് ഇൻവോൾവ് ചെയ്തുകൊണ്ട് വളരെ ഒരു വർഷമൊക്കെ ഇവർക്ക് ഏകദേശം 30-40 ലക്ഷമൊക്കെ സമ്പാദിക്കാൻ പറ്റുമെന്നാണ് ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള കണക്ക്.
ജോബ് നമ്പർ 9 ന്യൂഡ് മോഡൽ. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് സംഭവം എന്ന്. ന്യൂഡായിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ആ ഒരു സംഭവം നമ്മൾ ഒരുപാട് ചുറ്റുമുള്ള അഡ്വർടൈസ്മെന്റ്സ് കണ്ടിട്ടുണ്ട്. അതിലെ മോഡൽ ആ ഒരു പെൺകുട്ടി ടോട്ടലി ന്യൂഡായിരിക്കും. ചിലപ്പോഴൊക്കെ ബ്രസ്റ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടൊക്കെ കൈവച്ചും കാലുവച്ചൊക്കെ കവർ ചെയ്തിട്ടുണ്ടാവും. ഇവരെയാണ് ന്യൂഡ് മോഡൽസ് എന്ന് വിളിക്കുന്നത്. ഒരു കമ്പനി ഏറ്റവും നല്ലവണ്ണം അഡ്വർടൈസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ന്യൂഡ് ബോഡി എന്നുള്ളത്. അത്രത്തോളം അഡ്വർടൈസ് ചെയ്യാൻ സഹായിക്കുന്ന മറ്റൊരു വസ്തു ഈ ലോകത്തില്ല. നിങ്ങൾ ഏതൊരു കോസ്മെറ്റിക് പ്രോഡക്ട്സിന്റെ പരസ്യം എടുത്താൽ മതി, ആവശ്യമില്ലാത്ത സെക്സിസം ആയിരിക്കും അതിനകത്ത് എക്സ്പോസ് ചെയ്യുന്നത്. സോപ്പിന്റെ പരസ്യമാണോ അതിൻ്റെ അകത്ത് കാണിക്കുന്ന എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ എന്നും ഈ ലോകം മൊത്തം ഏത് കമ്പനിയും ബ്രാൻഡ് ചെയ്യാൻ ഉപയോഗിച്ച സാധനമാണ് സ്ത്രീ ശരീരം എന്നുള്ളത്. എന്തും ആയിക്കൊള്ളട്ടെ, ഉപ്പാകട്ടെ കർപ്പൂരമാകട്ടെ, സ്ത്രീയുടെ ശരീരമായിരിക്കും അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. സത്യമല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അപ്പോൾ അതാണ് അതിൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരുപാട് ഇതുപോലെ സെക്ഷുവാലിസം എക്സ്പോസ് ചെയ്യുന്ന ഒരുപാട് മാഗസിൻസ് ഉണ്ട്. പ്ലേ ബോയ്, പെൻഡേഴ്സ്, ഒഡീസിയോ അങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ സ്റ്റാൻഡേർഡാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മുത്തച്ചിപ്പി ഫയർ പോലത്തെ സംഭവമൊന്നുമല്ല. അവിടെ എയർപോർട്ടിലൊക്കെ വരെ വിൽക്കുന്ന ഒരുതരം മാഗസിൻസ് ആണ് ഈ പ്ലേ ബോയ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ പ്ലേ ബോയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു പെർമനന്റ് മോഡലിന് കിട്ടുന്ന വാർഷിക ശമ്പളം ഒരു വർഷം ആ ഒരു പെൺകുട്ടി ഉണ്ടാക്കുന്നത് 3-4 കോടി രൂപയൊക്കെ ആയിരിക്കും ഈ ഒരു ന്യൂഡ് ഫോട്ടോഷൂട്ടിന് നിന്ന് കൊടുത്ത്. നമ്മളൊക്കെ ചിന്തിച്ച് നോക്കുക, ഇവിടെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് നമുക്കൊന്നും ഒന്നും കിട്ടാതെ വരുമ്പോഴേക്കും ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ട് മാത്രം നിന്ന് അവർ നേടുന്നത് കോടിക്കണക്കിന് രൂപയാണ്. മാത്രമല്ല ഈ ഫോട്ടോഷൂട്ട് എന്നുള്ളത് അവിടെയൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെപ്പോലെ ഇത്രത്തോളം സാധാരണമായിട്ടുള്ള ബോധമൊന്നും വിദേശ രാജ്യത്തിലേക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സെക്യൂർ ആയിട്ട് ഈ ജോലിക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. ജോബ് നമ്പർ 10 ആംപിറ്റ് സ്നിഫർ. ഇതെന്താ സംഭവം നോക്കുവാണെങ്കിൽ ഇന്നത്തെ കാലത്ത് പെർഫ്യൂംസ്, ഡിയോഡറൻസ് എന്നുള്ളത് വളരെ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു സംഭവമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ കമ്പനീസ് എല്ലാം ലോകോത്തര ബ്രാൻഡുകളായിട്ട് മാറിക്കഴിയുകയും ചെയ്തു. ഇപ്പോൾ ആക്സ്, വൈൽഡ് സ്റ്റോണ്, പിന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ കമ്പനികൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടണം അല്ലേ? അതിന് വേണ്ടിയിട്ട് ഈ കമ്പനികൾ ആംപിറ്റ് സ്നിഫേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെ ഹയർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്പ്രേയുടെ മണം അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു മണം അത് മണത്ത് നോക്കിയിട്ട് അത് വിലയിരുത്തുക. ഇതിനു വേണ്ടി ഇവർ ചെയ്യുന്നത് വെറുതെ ഏതെങ്കിലും ശരീരഭാഗത്ത് അടിച്ചുകൊണ്ട് ഇതിന് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഇതിനുവേണ്ടി ചെയ്യുന്നത് വേർത്ത് കുളിച്ച് നിൽക്കുന്ന ആളുടെ കക്ഷത്തിൽ ഈ സ്പ്രേ അടിക്കും. ആ കക്ഷത്തിൽ ചെന്നിട്ട് ആംപിറ്റ് സ്നിഫേഴ്സ് മണത്ത് നോക്കണം. അതായത് ആ വേർപ്പ് അത്രത്തോളം വേർപ്പുണ്ട്, ദുർഗന്ധം ഉണ്ടെങ്കിൽ പോലും അതിനെ മറികടക്കുന്നതാകണം ഈ ഒരു പെർഫ്യൂമിൻ്റെ, ഈ ഡിയോഡറൻറ്റിൻ്റെ, ബോഡി സ്പ്രേയുടെ മണം അല്ലേ? എന്നിട്ട് പലതരത്തിലുള്ള കോമ്പിനേഷൻസ് അടിച്ചു നോക്കിയിട്ട് ഇതെല്ലാം വിലയിരുത്തുകയാണ് ആംപിറ്റ് സ്നിഫേഴ്സ് ചെയ്യേണ്ടത്. ഒരുപാട് പേരിങ്ങനെ നിരന്നിപ്പുണ്ടാകും. അവരുടെ എല്ലാം കക്ഷത്തിൽ അവർ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്പ്രേയുടെ പലതരം കോമ്പിനേഷൻസ് കാണും, പലതരം കെമിക്കൽ കോമ്പിനേഷൻസ്, പല തരത്തിലുള്ള മണമുള്ളത്. എന്നിട്ട് അതിൽ നിന്ന് ഏതാ ബെറ്റർ, ഏതാണ് സൂത്തിങ് ആയിട്ടുള്ളത്, ഏതാണ് നല്ല ഫ്രാഗ്രൻസ് ആയിട്ടുള്ളത് എന്നൊക്കെ സെലക്ട് ചെയ്ത് ആ ഒരു മണത്തിന് കക്ഷം മണത്ത് നോക്കിയിട്ട് റിവ്യൂ ചെയ്യുന്നതാണ് ആംപിറ്റ് സ്നിഫേഴ്സിൻ്റെ ജോലി. കേൾക്കുമ്പോൾ വളരെ വിയേർഡായിട്ട് തോന്നും, പക്ഷേ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മുടെ കക്ഷത്തിൽ അടിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് ദുർഗന്ധം വമിക്കരുത്, അവിടുന്ന് അല്ല നമ്മുടെ ശരീരത്തിൽ നിന്ന് നല്ല മണം ഉണ്ടാകണം. അതാണ് അവർ നമുക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വിചിത്രമായിട്ടുള്ള 10 ജോലികൾ. ഇനിയും ഒരുപാട് ജോലികളുണ്ട് കേട്ടോ. ഈ ലോകത്ത് എന്തോരം രാജ്യങ്ങളുണ്ട്, അവിടെയൊക്കെ നിലനിൽക്കുന്ന വിചിത്രമായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരുപാട് ജോലികളുണ്ട്. പിന്നെ ഇന്ന് പഠിച്ചിറങ്ങുന്ന ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, പഠിച്ചിറങ്ങിയ ഉടനെ എന്തെങ്കിലും തുച്ഛമായിട്ട് ശമ്പളം കിട്ടുന്ന എന്തെങ്കിലും ജോലിക്ക് പുറമേ ഓടാതെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ കോച്ചിങ് പോക്കോ, നല്ലതാണ്. എന്നിട്ട് എപ്പോഴും സ്ട്രൈക്ക് ചെയ്യുമ്പോൾ, പിടിക്കുമ്പോൾ പുളിങ്കുമ്പോൾ നോക്കി പിടിക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് നമ്മൾ തട്ടിക്കൂട്ടി നമ്മുടെ ഭാവിയിലേക്ക് ഗുണമില്ലാത്ത ജോലി ചെയ്തിട്ട് യാതൊരുവിധ പ്രയോജനമില്ല. ഇപ്പോൾ പഠിച്ചിറങ്ങിയ ഉടനെ നമ്മൾ ചെറിയൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കാലം തട്ടിമുട്ടിയും പോകാം. നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ടൈമാണ്. നമുക്ക് വലിയ പുളിങ്കൊമ്പിലേക്ക് കയറാനുള്ള സമയമാണ് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഓർക്കുക. എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ട്രൈക്ക് ഹൈ, മോളി പിടിച്ചോളുക. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി, സൈനിങ് ഔട്ട്.